ദുരന്തമുഖത്ത് ഭാര്യയും മക്കളും ഉൾപ്പെടെ 11 പേരെ നഷ്ടപ്പെട്ട ആളാണ് മുണ്ടക്കയിലെ നൌഫൽ. ഇന്ന് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്കുള്ള റോഡരികിൽ നമുക്ക് നൌഫലിനെ കാണാം. മേൽവിലാസമായി ജൂലൈ 30 നൌഫലിന്റെ കൂടെ. ജൂലൈ 30 എന്ന് പറയുന്നത് വയനാട്ടുകാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് നടുക്കുന്ന ഓർമ്മകൾ മാത്രം സമ്മാനിച്ച ദിനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജൂലൈ 30 എന്നെഴുതിയിരിക്കുന്ന പേരിട്ട ഒരു കടയുടെ മുൻപിലാണ്. അവിടേക്കൊന്ന് പോകാം, എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് തിരക്കുകയും ചെയ്യാം. എൻ്റെ കുടുംബത്തിൽ മാത്രം 11 പേര് പോയി. 11 ഞാനടക്കം 12 പേരാണ്. അതിൽ 11 ആളും പോയി. ദുരന്ത വഴിയായി മേപ്പാടി ചൂരൽമല റോഡ് മാറിയത് ഒരു വർഷം മുൻപ്. അന്ന് വിദേശത്തായിരുന്നു നൌഫൽ. എന്തോ അപായം സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ സകലതും ഒലിച്ചു പോയെന്ന് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ എവിടെയെങ്കിലും കയറി നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ ഉള്ളതാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും മരിച്ചതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേന്ന് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവരെ ഇന്നലെ മറ ചെയ്തിരിക്കണമെന്നുള്ളതൊക്കെ. ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് അറിയുന്നത്. അവരൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നന്നാണ് എൻ്റെ മകളെ കിട്ടുന്നത്. വേറെ ആരും എനിക്ക് കിട്ടിയിട്ടില്ല. 11 പേരാണ് നഷ്ടമായത്. കരഞ്ഞിരുന്ന് മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. നഷ്ടങ്ങളെ മനഃപൂർവ്വം അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഇങ്ങനൊന്നും ആവുമെന്ന് വിചാരിച്ചല്ല. പക്ഷേ എന്താ പറയുക, ഈ നല്ല സ്നേഹമുള്ള ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകളെ കൊണ്ടാണ് തന്നെ ഞാനിങ്ങനെ ഈ ഒരു ഇതിലെത്തി. പോയതെല്ലാം ഞങ്ങൾക്ക് പോയി. എന്നിരുന്നാലും ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ഒതുക്കി ഞങ്ങൾ ചിരിക്കാൻ ശ്രമിച്ചു. ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഞങ്ങൾ പെട്ടെന്ന് ഇതിലേക്ക് വരാൻ തുടങ്ങി. സന്നദ്ധ സംഘടനകൾ താങ്ങായി ജീവിത സമ്പാദ്യവും ചേർത്ത് വെച്ച ജൂലൈ 30 അങ്ങനെ പിറവി കൊണ്ടു. ജൂലൈ 30 എന്ന് പറയുമ്പോൾ അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോഴും ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഓർമ്മ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയോടെ എന്താക്കും നമ്മളെ ബാക്കിയുള്ള ആളുകൾക്കും പ്രയോജനപ്പെടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ആ ജൂലൈ 30 എന്നുള്ള ഒരു ഇത് വെച്ചിട്ടുള്ളത്. ഫോൺ പോലും നോക്കാറുണ്ടായിരുന്നില്ല മാസങ്ങളോളം. അങ്ങനെ പോലും മനസ്സിനെ ഓർമ്മകൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുത്തില്ല നൌഫൽ. ഇന്ന് പതിയെ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട് നൌഫൽ. ചൂരൽമലയിലേക്കുള്ള പ്രധാന പാതയിൽ നൌഫലിന്റെ ജൂലൈ 30 തലയുയർത്തി നിൽക്കും. അതിജീവന കഥകളിലെ ഒന്നു മാത്രമാണ് നൌഫലിൻ്റേത്. നല്ല മാതൃകകൾ വേറെയുമുണ്ട് ഈ നാട്ടിൽ. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, റിപ്പോർട്ടർ, വയനാട്.